നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? വാ. ആദ്യം നമുക്ക് സവാള വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ അരിയും വേവിച്ചെടുക്കാം. ചിക്കന് വേണ്ട മസാല റെഡിയാക്കാം. ഇത്രയും മസാലകൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉണങ്ങി പോയി കഴിയും. ഇനി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്തു. ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് അരപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് എരി പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി. കാശ്മീരി മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടി. കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അയ്യോ ഗൈസ്, ഉപ്പിടാൻ മറന്നുപോയി. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ കുക്കർ എടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ കുക്കറിൻ്റെ അകത്ത് ഇടാം. ആവിയുണ്ടോ ഗൈസ്? അമ്മീ ഇതെന്തോ തീയാണോ? കറിയായല്ലേ അമ്മ? കറിയായല്ലേ? മല്ലിപ്പൊടി ഇടാൻ മറന്നുപോയി. അയ്യോ ഗൈസ്, നമ്മൾ മല്ലിപ്പൊടി ഇടാൻ മറന്നുപോയി. നെയ്ച്ചിടാം. മറന്നുപോയി. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇതിൻ്റെ മണ്ടിൽ ഉള്ളിയും പിന്നെന്തോ മലയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിൽ മാറ്റി 10 മിനിറ്റ് വേവിക്കാം. കുറച്ച് വയ്ക്കാൻ മറക്കല്ലേ. സലാഡും ഉണ്ടാക്കി. സൂപ്പർ സലാഡ്. സലാഡിൽ എന്തൊക്കെ ഇട്ട? വെളുത്തുള്ളി, വെളുത്തുള്ളിയല്ല, ഉള്ളി, പിന്നെ തക്കാളി, പിന്നെ തൈര്, പിന്നെ ഉപ്പ്. സലാഡ് അപ്പൊ സലാഡ് റെഡി. മുളക് എന്തുപ്പ് കൂടുതലാണ്. അല്ല, സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ബിരിയാണി തുറന്നു നോക്കാം. കരിഞ്ഞോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ബിരിയാണി തുറക്കാൻ പോലും വന്നിട്ടുണ്ട്. നല്ല ബിരിയാണി സൂപ്പർ റെഡിയായി ഗൈസ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ബിരിയാണി റെഡി. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ?